ഹലോ, ഐ എം ഡോക്ടർ അഖില. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BSc ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തീഷ്യ ടെക്നോളജിനെ കുറിച്ചാണ്. അപ്പം +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ച എല്ലാ കുട്ടികൾക്കും ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നമുക്ക് 3 വർഷം കോഴ്സ് പഠിക്കണം, പ്ലസ് 1 വർഷത്തെ ഇൻറ്റേൺഷിപ്പോട് കൂടി ടോട്ടൽ 4 ഇയേഴ്സ് ആണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ. പിന്നെ ഈ കോഴ്സിൽ എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നമുക്ക് 2 സെക്ഷൻ പോലെ, ഇപ്പോൾ നമ്മൾ പേരിൽ പറയുന്ന പോലെ അനസ്തീഷ്യ ഉണ്ട്, ഓപ്പറേഷൻ ടെക്നോളജി ഉണ്ട്. അപ്പം അനസ്തീഷ്യ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മളൊരു എന്താ പറയുക, ഒരു സർജറി നടക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കേസിന് നമ്മൾ പച്ചയ്ക്ക് മുറിക്കാൻ പോവുകയാണെങ്കിൽ, ഒരു പേഷ്യൻറ്റിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ആദ്യം നമുക്ക് അനസ്തീഷ്യ കൊടുക്കണം. അപ്പോൾ അനസ്തീഷ്യ കൊടുക്കുമ്പോൾ എന്തൊക്കെ മരുന്നുകളുണ്ട്, നമുക്ക് അനസ്തീഷ്യ കൊടുക്കുന്നതിന് പല തരത്തിലുള്ള മരുന്നുകളുണ്ട്, പല തരത്തിലുള്ള ടെക്നിക്സുകളുണ്ട്. അത് ചെറിയ പിള്ളേർക്കൊരു മെത്തേഡായിരിക്കാം, പക്ഷെ വലിയവർക്ക് വരുമ്പോൾ വേറെ മെത്തേഡായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ അനസ്തീഷ്യയിൽ പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു അനസ്തീഷ്യ ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് പ്രീ അനസ്തീഷ്യ ചെക്കപ്പ് ഉണ്ടായിരിക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അനസ്തീഷ്യ കൊടുക്കുന്നതിന് മുമ്പേ എന്തെങ്കിലും അലർജിക് ഉണ്ടോ മെഡിസിൻസിനോട്, പിന്നെ പേഷ്യൻസിൻ്റെ കണ്ടീഷൻസൊക്കെ നോർമലാണോ, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ അനസ്തീഷ്യ കൊടുത്തതിന് ശേഷം നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റും. അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് ഫിലിംസിലെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഈ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്ന ഒരു വൈഡ് ഏരിയ ആണ്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ സർജറീസും നടക്കുന്ന ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കീ ഹോൾ സർജറി ആവാം, ഇപ്പം ലിഗമെന്റ് ടിയർ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ സർജറീസ് ഉണ്ട്, പിന്നെ അതുപോലെ ഹാർട്ട് സർജറീസ് ആകാം, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക കുട്ടികളുടെ സർജറീസ് ആകാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഒരു ആക്സിഡൻറ്റ് തൊട്ട് മേജർ സർജറീസ് വരെ നടക്കുന്ന ഏരിയ ആണ് ഓപ്പറേഷൻ തിയേറ്റർ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന എല്ലാ മെഷീൻസും എക്യുപ്മെൻറ്റ്സും മാനേജ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു പേഷ്യൻ്റ് വരുന്ന ഓപ്പറേഷൻ അനസ്തീഷ്യ കൊടുത്തു കഴിഞ്ഞ് എത്തിക്കുന്ന പേഷ്യൻ്റ് ഓപ്പറേഷന് ചെയ്യാനായിട്ട് റെഡി ആക്കുക, അതുപോലെ തന്നെ വരുന്ന ഡോക്ടറിനെ എല്ലാം ക്ലിയർ ഔട്ട് ആക്കുക, എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം റെഡിയാക്കി വെക്കുക. അതാണ് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പം ഈ കോഴ്സ് എന്ന് പറയുവാണെങ്കിൽ നമ്മുടെ ഇവിടെ നാട്ടിലും അതുപോലെ തന്നെ വിദേശത്തും വളരെ ജോലി സാധ്യത കൂടുതലുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ ഈ കോഴ്സിന് എന്താണ്, അല്ലെങ്കിൽ നമുക്ക് എവിടെ എങ്ങനെ അഡ്മിഷൻ കിട്ടാം, ഏതൊക്കെ കോളേജസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ അഡ്മിഷൻസ് ഒക്കെ നടത്തുക, ഏതൊക്കെയാണ് നല്ല യൂണിവേഴ്സിറ്റീസ്, ഇതിനെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം.